Hi everyone, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് മിൽക്ക് മെയ്ഡും 1.5 ടേബിൾ സ്പൂൺ ബൂസ്റ്റുമാണ് ഇതിന് നമുക്ക് ആവശ്യം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ഇവിടെ ബീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഹൈ സ്പീഡിലാണ് ഞാൻ ബീറ്റ് ചെയ്യുന്നത്. ഒരു 10 to 15 മിനിറ്റ് നമുക്കിത് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലോണം തിക്കായിട്ട് വരും. അപ്പോൾ അതുവരെ നിങ്ങളിത് ബീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്രീം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ബൂസ്റ്റാണ്. 1.5 ടേബിൾ സ്പൂൺ ബൂസ്റ്റാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് ഒരു മിനിറ്റ് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇത് ഓഫാക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കാഷ്യൂനട്ട്സും ആൽമണ്ട്സും ക്രഷ് ചെയ്തതാണ്. അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് പൊടിയാക്കണ്ട, ഭയങ്കരമായിട്ട് പൊടിയാക്കണ്ട, നമുക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ക്രഷ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതെല്ലാം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും കൂടി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നോക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബോക്സ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ടിഫിൻ ബോക്സും അങ്ങനത്തെ മൂടിയുള്ള ഏത് ബോക്സും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഐസ്ക്രീം ഇതിലേക്ക് ഫുള്ളായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഐസ്ക്രീമിനെ നമുക്കൊരു ഫുഡ് റാപ്പർ വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് നന്നായിട്ട് മൂടി കൊടുക്കുക. ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ ഫ്രീസറിലല്ലേ വെക്കുന്നത്, അപ്പോൾ ഇതിലേക്ക് ഐസൊന്നും വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മൂടി വെച്ചിട്ട് ഇത് മൂടാം. ഇനി നമുക്കൊരു 12 മണിക്കൂർ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് ഇത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഇവിടെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് സ്കൂപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാം നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ഐസ്ക്രീം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇതുള്ളത്. അതേ ടേസ്റ്റുമാണ് ഇതിനുള്ളത്. നമ്മൾ ആൽമണ്ട്സും കാഷ്യൂനട്ട്സൊക്കെ നമ്മളെങ്ങനെയാണ് മേടിക്കുമ്പം അത് നമ്മൾക്ക് കടിക്കാൻ കിട്ടുന്നത് അതേപോലെ തന്നെ ഇതിലും നമുക്ക് കിട്ടും. അപ്പം ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് ഭയങ്കര സിമ്പിളാണ്, നമുക്ക് വേഗം ഉണ്ടാക്കാം. കണ്ടില്ലേ, ഇത്രയും അടിപൊളിയായിട്ട് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം വീട്ടിൽ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം, എന്നിട്ട് കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്